നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ശ്യാമിനോട് സംസാരിച്ചത് കൂട്ടുകാരൻ്റെ അച്ഛന് രക്തം കൊടുക്കുന്ന കാര്യമൊന്നും അല്ല. എടാ, അതെല്ലാം എനിക്ക് മനസ്സിലാവും. സ്വന്തം സഹോദരനെ പോലെ ചേച്ചി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെയാ. നിന്റെ സഹായം തേടിയാ ചേച്ചി വിളിച്ചുകൊണ്ടിരിക്കുന്നേ. എന്റെ ബലമായ സംശയം വർഷയ്ക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ടെന്നാ. വർഷയ്ക്ക് ആപത്തോ? എന്താപത്ത്? എന്തോ ഗൗരവമുള്ള ഒരു ചർച്ചയിലായിരുന്നല്ലോ. എനിക്ക് അവിടെ ആയതുകൊണ്ടൊന്നും വ്യക്തമായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. ഒരു പരുങ്ങല് കാണുന്നുണ്ട്. എന്താ പ്രശ്നം? ഒന്നുമില്ല. കള്ളം പറയുന്ന അത്ര നല്ല ശീലമൊന്നും അല്ല. അല്ല, അത് പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരന്റെ അച്ഛന്റെ കാര്യം പറഞ്ഞേ. കൂട്ടുകാരന്റെ അച്ഛനോ? എന്താ പ്രശ്നം? ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ആണോടാ? ബ്ലഡ് ആവശ്യമുണ്ട്. ഇന്നലെ ഞാനൊരു കുപ്പി ബ്ലഡ് കൊടുത്തതാ. അല്ല, ഇവനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോവാണോ? അയ്യോ വേണ്ട. വേറൊന്നും അല്ല, അവന്റെ ദേഹത്തെ ബ്ലഡൊന്നും അധികവും ഇല്ല. ചിലപ്പോ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയാ. ശരിയെന്നാ, നിങ്ങളുടെ രക്തദാന ചർച്ച നടക്കട്ടെ. അളിയായിട്ടില്ലെന്ന് തോന്നുന്നു. എടാ, വർഷയ്ക്ക് എന്താ ആപത്ത്? അതെനിക്കും അറിയില്ല. വന്ദനേച്ചി ഫോൺ വിളിക്കുമ്പോ നീ ഇനി ഫോൺ എടുക്കാതിരിക്കരുത്. ആപത്ത് എന്താണെന്നൊക്കെ ചേച്ചി വിശദമായിട്ട് പറയും. എടാ, സംശയത്തിന്റെ ആശാന നിന്റെ അച്ഛൻ. എന്നെ കൂട്ടിക്കയറ്റി വിസ്തരിക്കുന്നതിന് മുമ്പ് ഞാൻ വിട്ടോട്ടെ. ഓക്കെ, ശരി, ബൈ. മിഥുൻ, ഇങ്ങ് വാ. എന്താ എങ്കിൽ? ഇങ്ങ് വരാൻ. ഇരിക്കേ. വേണ്ടെങ്കിൽ. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ നിന്നെ പിടിച്ച് വിഴുങ്ങൊന്നുമില്ല. എടാ, നീ കുറച്ച് നാള് കൂടി വന്നതല്ലേ. ഊണൊക്കെ കഴിച്ചിട്ട് പതുക്കെ പോയാ മതി. അതെങ്കിലേ ഇപ്പൊ എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. നിന്റെ തിരക്കൊക്കെ നിന്റെ മനസ്സിൽ വെച്ചാ മതി. ഇപ്പൊ നീ എങ്ങോട്ടും പോവാൻ പോകുന്നില്ല. ഞാൻ അന്തസ്സും ആഭിജാതിയുള്ള ഒരു തറവാട്ടിലാ നിന്റെ കൂട്ടുകാരൻ ശ്യാം ജനിച്ചത്. അതായത് ശ്യാം വർമ്മ. ഞങ്ങളുടെ കുടുംബത്തിലെ ആരെ അനുസരിച്ച ശീലമില്ല, കൽപ്പിച്ചാണ് ശീലം. അതുകൊണ്ടാവാം എനിക്കിതിരി അഹങ്കാരം കൂടുതലാണ്. കുടുംബത്തിൽ അപമാനം ഉണ്ടാക്കുന്ന ഒരു സംഭവം പണ്ടുണ്ടായിട്ടുണ്ട്. കോടീശ്വരയും കുടുംബമഹിമയുള്ള ഒരു സഹോദരി ഊരും പേരും കുടുംബമഹിമയില്ലാത്തൊരു തെണ്ടിയോടൊപ്പം ഒളിച്ചോടിപ്പോയി. അതോടെ എന്റെ അച്ഛൻ ജീവച്ഛവമായി. അന്ന് മുതലാടാ ഈ തറവാട്ടിൽ സമാധാനക്കേട് തുടങ്ങിയത്. എന്റെ സഹോദരി ചെയ്ത തെറ്റ് എന്റെ മോനും ചെയ്തു കളയുന്നൊരു ഭയം. അതുകൊണ്ടാണ് ശ്യാമിനെന്തോ പ്രേമത്തിന്റെ അസുഖം തുടങ്ങിയപ്പോ അതിനെല്ലാം കടുത്ത നിയന്ത്രണം ഞാൻ ഏർപ്പെടുത്തിയത്. അല്ലാതെ എന്റെ മോനോട് സ്നേഹക്കുറവുകൊണ്ടൊന്നും അല്ല. എന്റെ മോനെ എനിക്ക് സ്വന്തം ജീവനേക്കാൾ ഇഷ്ടമാണ്. അറിയോ നിനക്ക്? നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല.
മനസ്സിലാവണമെങ്കിലേ നീയും ഒരു അച്ഛനാവണം. അത് പോട്ടെ. അപ്പൊ ഇനി വിഷയത്തിലേക്ക് വരാം. നീ ശ്യാമനോട് സംസാരിച്ചത് കൂട്ടുകാരൻ്റെ അച്ഛന് രക്തം കൊടുക്കുന്ന കാര്യമൊന്നും അല്ല. എടാ അതെല്ലാം എനിക്ക് മനസ്സിലാവും. ശ്യാമിനെ ബാധിക്കുന്ന മറ്റെന്തോ കാര്യമുണ്ട്. അതെന്താണെന്ന് തുറന്ന് പറയടാ മോനെ. അല്ല, മിഥുൻ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി ആന്റി. ശ്യാമിനെ ഒന്ന് കാണാനാണ് ഞാൻ വന്നത്. അവന് ദോഷം വരുന്നൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ടും അങ്കിൾ എന്നെ വിശ്വസിക്കുന്നില്ല. എനിക്കാണെങ്കിൽ പോകാൻ കുറച്ച് തിരക്കുണ്ടായിരുന്നു. തിരക്കില്ല. അവൻ എന്തിനെങ്ങനെ വിഷമിപ്പിക്കുന്നേ? വല്ലപ്പോഴും കൂട്ടുകാരെങ്കിലും കേറി വന്നാ ശ്യാമിനൊരു ഉത്സാഹവും ചേഞ്ചും ഒക്കെ ആവില്ലേ? ആ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആന്റി. ഓരോ സംശയങ്ങളും വെച്ചുകൊണ്ട് നിങ്ങൾ അവരെ ക്രോസ് വിസ്താരം ചെയ്യാൻ നിന്നാ ആരും നമ്മുടെ മോനെ തിരിഞ്ഞു നോക്കില്ല. അവൻ മുറി അടച്ചിരുന്ന് മുരടിക്കേ ഉള്ളൂ. മോന് തിരക്കുണ്ടെന്നല്ലേ പറഞ്ഞേ? അവൻ പൊക്കോട്ടെ. നിനക്ക് തിരക്കുണ്ടോടാ? തിരക്കുണ്ടെന്നാ തോന്നുന്നേ. അല്ല, പോയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ശരി. ഓ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. താങ്ക് യു അങ്കിൾ. താങ്ക് യു ആന്റി. അയ്യോ. ഡാ, ഓ, ഓടാതില്ലേ? പോകാനുള്ള അത്രത്തിൽ വഴി മാറിപ്പോയി. ആന്റിക്കോട്ട് മാറിയ. എടാ മെതിനെ, ഓ, എനിക്ക് തന്നെ വീണ്ടും കാണേണ്ടി വരും. ഓ. കേട്ടാ? പേരും കള്ളൻ. ഇപ്പോഴെന്താ ഒരു സംശയം? മിഥുൻ എന്തു പറയാനാ വന്നേന്നല്ലേ? അടിച്ച് കൊറണം മുട്ടിച്ചളയും ഞാൻ. അവന്മാരുടെ എല്ലാം തോന്നിയവാസത്തിന് അരി നിൽക്കുന്ന ഒരു മൂതേവി. അവന്റെ ഉള്ളിലിരിപ്പ് അറിയാനാ ഞാൻ പരമാവധി സംയമനം പാലിച്ച് ഇവിടെ നിന്നത്. അപ്പോഴല്ലേ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. സഹാനുഭൂതിയുടെ ഒരു മാതൃഭാവം. മിഥുൻ എന്തു പറയാനാ വന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം കേട്ടോ. എല്ലാരും കൂടെ തോന്നിയാസം കാണിച്ചെന്നെ കുരങ്ങ് കളിപ്പിക്കാണല്ലേ. അമ്മയും മോനും ശരിയാക്കാം. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഈ കുടുംബത്തിൽ ഇനി ഒരാളും കൂടി ചന്ദ്രികയുടെ വഴിക്ക് പോകരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ശ്യാമിന്റെ വിവാഹം നടത്താനുള്ള ഏർപ്പാട് ചെയ്യാൻ പോവാണ് ഞാൻ. ഹലോ ശ്യാമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.